രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച എസ്എഫ്ഐ. പത്തനംതിട്ടയ്ക്ക് പിന്നാലെ പാലക്കാട്ടും പ്രതിഷേധമാണ്. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി. ഇക്ബാൽ, കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ ആണ് പാലക്കാട് MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഇപ്പോൾ വാണ്ടഡ് എന്ന പോസ്റ്ററുകളുമായി ഇപ്പോൾ എസ്എഫ്ഐ നടത്തുന്ന പ്രതിഷേധമാണ്. ഇവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ഈ പ്രതിഷേധം? അല്പസമയമാണ് SFIയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഈ പ്രതിഷേധം ആരംഭിച്ചത്. പാലക്കാട് CPMലെ ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് ആരംഭിച്ച പ്രതിഷേധം ഇപ്പോൾ ഇതാ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തിയിരിക്കുന്നു. പ്രതീകാത്മകമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് പുറപ്പെടുവിച്ചുള്ള ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ SFIയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തുന്നത്. ഈ ലുക്കൌട്ട് നോട്ടീസ് ഇവിടെയുള്ള ബസ് സ്റ്റാൻഡിലുള്ള ഓരോ ആളുകൾക്കും കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ SFIയുടെ പ്രവർത്തകർ നടത്തുന്നത്. SFIയുടെ ജില്ലാ സെക്രട്ടറി വിപിൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതോടുകൂടി തന്നെ പിന്നാലെ ഡിവൈഎഫ്ഐ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തിയിരുന്നു. അന്ന് പിന്നീട് ഡിവൈഎഫ്ഐയും SFIയും എല്ലാം ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ MLA ഓഫീസിന്റെ വാതിലിന് മുറ്റത്ത് ഒരു റീത്ത് ഉൾപ്പെടെ സമർപ്പിച്ചിരുന്നു. ഇപ്പോഴിതാ വീണ്ടും പ്രതിഷേധ പരിപാടികളുമായി SFI ഉൾപ്പെടെയുള്ള സംഘടനകൾ എത്തിയിരിക്കുന്നു. രാഹുലിന്റെ ഈ ലുക്കൌട്ട് നോട്ടീസ്, അതിന്റെ പ്രതീകാത്മക ലുക്കൌട്ട് നോട്ടീസ് ഇപ്പോൾ പിടിച്ചുകൊണ്ട് സ്റ്റേഡിയത്ത് ആണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നത്. അതായത് ഇന്ന് കേരളത്തില് വലിയ പ്രശ്നമായിട്ട് രാഹുൽ മാങ്കൂട്ടം മാറിയിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസമെല്ലാം വരുന്ന വാർത്തകൾ അല്ലെങ്കിൽ വരുന്ന വോയിസുകൾ ഉൾപ്പെടെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയങ്ങളെല്ലാം മുന്നോട്ട് വരുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളത്തിലെ ഗോവിന്ദച്ചാമിയേക്കാൾ അപകടകരമായിട്ടുള്ള പീഡനവീരനായിട്ടുള്ള റൈപ്പിസ്റ്റ് ആയിട്ടുള്ള എന്താണ് പറയുക, അത്രമാത്രം വിഷയമുള്ള ഒരാളാണ്. ഭീകരമായിട്ടുള്ള സ്ത്രീകളെ പീഡിപ്പിക്കുന്ന ആ രീതിയിലുള്ള ഒരാളായി രാഹുൽ മാങ്കൂട്ടം മാറിയിട്ടുണ്ട്. ഇപ്പോൾ കേസ് ഉൾപ്പെടെ പോലീസ് എടുത്തു. നിരന്തരം എന്താണ് പരാതിയില്ല എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ പരാതി വന്നു, കേസെടുത്ത ഘട്ടത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ട് സ്ഥലം MLA 2 ദിവസമായിട്ട് ഒളിവിൽ പോയിരിക്കുകയാണ്. എവിടെയാണ് പോയിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയില്ല. എത്രയും പെട്ടെന്ന് സ്ഥലം MLA ഉൾപ്പെടെ പിടിച്ച് ജയിലിലടക്കുന്ന സ്ഥിതി ഉണ്ടാവണം. അത് പോലീസ് കൃത്യമായി ചെയ്യും. ഗോവിന്ദച്ചാമി എങ്ങനെയാണോ ജയിലിൽ ചാടിയപ്പോൾ മണിക്കൂറുകൾ കൊണ്ട് കേരള പോലീസ് ഗോവിന്ദച്ചാമിയെ കണ്ടുപിടിച്ചത്, അതുപോലെ തന്നെ സ്ഥലം MLAയെ, ഈ ക്രിമിനലിനെ, ഈ പീഡനവീരനെ, ഈ റേപ്പിസ്റ്റിനെ, ഈ കൊലപാതകയെ കണ്ടുപിടിച്ച് തുറങ്കിലടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങളെ കൂടി ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്തരത്തിലൊരു പ്രതിഷേധം പ്രവർത്തകർ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ SFI നടത്തുന്നത്. ഇവിടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള ഓരോ കടകളിലേക്കും അതുപോലെ തന്നെ ഇവിടെ വാഹനം അല്ലെങ്കിൽ ബസ്സിൽ കയറാൻ വേണ്ടി എത്തുന്ന യാത്രക്കാർക്കുമെല്ലാം നോട്ടീസുകൾ നൽകിക്കൊണ്ട്, ഈ ലുക്കൌട്ട് നോട്ടീസിന്റെ പകർപ്പുകൾ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ SFI ഈ പ്രതിഷേധം തുടരുകയും ചെയ്യുന്നത്. ഇവിടെ കടകളിലുള്ള ആളുകൾക്കെല്ലാം ഈ നോട്ടീസ് SFI പ്രവർത്തകർ വിതരണം ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ രാഹുലിനെതിരെ പല രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് ഇടത് സംഘടനകൾ ഉൾപ്പെടെ കടക്കുന്നു. നേരത്തെ ഡിവൈഎഫ്ഐ രാഹുലിന്റെ വീട്ടിലേക്ക് നടത്തിയ പ്രതിഷേധം നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ SFIയും രാഹുലിനെതിരായിട്ടുള്ള പ്രതിഷേധം കടുപ്പിക്കുകയാണ്. ഏതായാലും രാഹുലിനെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ രാഹുലിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ കാണുന്നത്.